നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നു. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര. ടൗൺ ടു ടൗൺ, LS, പോയിന്റ് ടു പോയിന്റ് തുടങ്ങിയ ബസ്സുകളാണ് ഓർഡിനറി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ചീമേനിയിൽ ഹണി ട്രാപ്പിലൂടെ 20 ലക്ഷത്തോളം രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ചെറുവത്തൂർ കൈതക്കാട് സ്വദേശി M. സുൽഫിക്കറാണ് അറസ്റ്റിലായത്. കൊടക്കാട് ആനിക്കാടിയിലെ 66-കാരനായ സ്റ്റുഡിയോ ഉടമയുടെയും തലശ്ശേരിയിലെ യുവതിയുടെയും നഗ്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിലാണ് മുഖ്യപ്രതി അറസ്റ്റിലായത്. മഞ്ചേശ്വരത്ത് 2 വ്യത്യസ്ത സംഭവങ്ങളിൽ 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 4 വിദ്യാർത്ഥികളെ കാണാതായത് പരിഭ്രാന്തി പരത്തി. പോലീസ് അന്വേഷണത്തിനൊടുവിൽ പെൺകുട്ടികളെ ബന്ധുവീട്ടിൽ നിന്നും 2 ആൺകുട്ടികളെ ബംഗളൂരുവിൽ നിന്നുമാണ് കണ്ടെത്തിയത്. രാവണേശ്വരം നെല്ലെടുപ്പ് സമര പോരാളികളുടെ പേരിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കണമെന്ന ആവശ്യം. കേരള കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. BJP 46-47 ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോട്ടപ്പാറയിൽ വിജയസംഗമം സംഘടിപ്പിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കണമെന്ന ആവശ്യം. കേരള വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം നടന്നു. സമസ്ത സെന്റിനറിയുടെ 100 പ്രകാശ വർഷങ്ങൾ എന്ന ശീർഷകത്തിൽ സംസ്ഥാനത്തെ സോൺ കേന്ദ്രങ്ങളിൽ നടന്നുവരുന്ന പ്രമേയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കാഞ്ഞങ്ങാട് സോൺ പ്രമേയ സമ്മേളനം 16-ന് നടക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നു. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര. ടൗൺ ടു ടൗൺ, LS, പോയിന്റ് ടു പോയിന്റ് തുടങ്ങിയ ബസ്സുകളാണ് ഓർഡിനറി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിൽ 135 ബസ്സുകൾ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. KSRTCയിലെ സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. രാവിലെ 8:30 തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോയിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആദ്യ യാത്രയിൽ വനിതകൾക്കൊപ്പം ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റ് വരെ ബസ്സിൽ സഞ്ചരിച്ചു. പെരുമാതുറ വരെ പോകുന്ന ആദ്യ പ്രിയദർശിനി ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. സൗജന്യ യാത്രയാണെങ്കിലും 0 ടിക്കറ്റ് നിർബന്ധമാണ്. ടിക്കറ്റ് എടുക്കാത്തവരിൽ നിന്ന് 500 രൂപ പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പും KSRTC നൽകിയിട്ടുണ്ട്. പദ്ധതി നിലവിൽ വന്നതോടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന 9ാമത്തെ സംസ്ഥാനമായി കേരളം മാറി. KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഇനി മുതൽ സൗജന്യമായി യാത്ര ചെയ്യാം. ബസ്സുകൾ തിരിച്ചറിയാനായി പ്രിയദർശിനി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. സൗജന്യ യാത്രാ പദ്ധതിയിൽ KSRTC ബസ്സുകൾ തീരെയില്ലാത്ത മേഖലകളെ പരിഗണിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. കേരളത്തിൽ ആരംഭിച്ച ഈ ചരിത്ര യാത്രയിൽ കാസർഗോഡ് ജില്ലയും ആഹ്ലാദപൂർവ്വം പങ്കെടുത്തു. കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ നടന്ന ഇന്ദിരാ ഗ്യാരണ്ടി സ്ത്രീ സൗജന്യ യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം കലക്ടർ മാഹിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓർഡിനറി ബസ്സിൽ മാത്രമാണ് എല്ലാ ബസ്സുകളിലും വേണമെന്നുള്ളത്. ഈ ഡിപ്പോയിൽ നിന്ന് 86ഓളം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. അതിൽ 75 ബസ്സും ഈ സൗജന്യ യാത്രക്ക് യോഗ്യമായതാണ്. അപ്പോൾ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടുന്നില്ല, അത് കർണാടക മംഗലാപുരം പോവുകയാണെങ്കിലും സുള്ളിയിലേക്കാണെങ്കിലും പുത്തൂരേക്കാണെങ്കിലും നമുക്ക് ഇതേ ബസ്സിൽ തന്നെ ഇവിടെ നിന്ന് പോകാൻ സാധിക്കുന്ന രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും വിപുലമായ രീതിയിൽ സൗജന്യ യാത്ര നൽകുമ്പോൾ അതിനെ അപഹസിക്കുന്ന രീതിയിൽ പ്രതിപക്ഷം MLA-മാരെല്ലാം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അത് നൽകരുത് എന്ന ഒരു ചിന്താഗതിയാണ് അവർക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളായ PK ഫൈസൽ, മാഹിൻ കേളോട്ട്, VK രവീന്ദ്രൻ, ATO പ്രിയേഷ് കുമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു.
സൗജന്യ യാത്ര ആരംഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ലഡു വിതരണം, ഐസ്ക്രീം വിതരണം, ചോക്ലേറ്റ് വിതരണം, മിഠായി വിതരണം എന്നിവയും നടന്നു. UDF സർക്കാർ വാഗ്ദാനം പാലിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് NGO അസോസിയേഷനും വിവിധ സംഘടനകളും ആഹ്ലാദ പ്രകടനം നടത്തി. ഇത് സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. സ്ത്രീകളിലെ അധിഷ്ഠിതമായി ഒരു കുടുംബത്തിന്റെ നാന്ദിയാണ് സ്ത്രീകൾ, ഒരു സമൂഹത്തിന്റെ നാഴികക്കല്ലാണ് സ്ത്രീകൾ. ആ സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം മുമ്പോട്ട് പോകുമെന്നതിന് നിസ്സംശയം നമുക്ക് തെളിയിക്കാൻ പറ്റും. അതിനുള്ള ആദ്യത്തെ പദ്ധതിയായിട്ടുള്ള പ്രിയദർശിനി പദ്ധതി. കാസർഗോഡ് ഉൾപ്പെടെ ജില്ലയിൽ 5 സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ AKM അഷ്റഫ് MLA ഉപ്പള ബസ് സ്റ്റാൻഡിലും, ഉദുമ മണ്ഡലത്തിലേത് K നീലകണ്ഠൻ MLA ഉദുമ ബസ് സ്റ്റോപ്പിലും, കാഞ്ഞങ്ങാട് മണ്ഡലത്തിലേത് കാഞ്ഞങ്ങാട് നഗരസഭ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ MP ജാഫർ കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിലും, തൃക്കരിപ്പൂർ മണ്ഡലത്തിലേത് ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി ചിറ്റാരിക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൗൺ ടു ടൗൺ ലിമിറ്റഡ് സ്റ്റോപ്പുമെല്ലാം പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ കാസർഗോഡ് ജില്ലയിൽ 135 KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കും. കാസർഗോഡ് ഡിപ്പോയിൽ 83 ബസ്സുകളും കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ 52 ബസ്സുകളുമാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കാസർഗോഡ് ഡിപ്പോയിൽ 74 ബസ്സുകളാണ് ഓർഡിനറിയായുള്ളത്. എന്നാൽ ഫാസ്റ്റ് പാസഞ്ചർ ഗണത്തിലുള്ള 16 എണ്ണത്തിൽ 9 എണ്ണവും ഇപ്പോൾ സർവീസ് നടത്തുന്നത് ഓർഡിനറി പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ്. അതിനാലാണ് പ്രിയദർശിനി പട്ടികയിൽ 83 ബസ്സുകളായത്. കർണാടകയിലെ സ്ത്രീ സൗജന്യ യാത്രാ പട്ടികയിൽ അന്തർസംസ്ഥാന റൂട്ടിലോടുന്നവയെ ഉൾപ്പെടുത്തിയിട്ടിരുന്നില്ല. അതേസമയം ഇവിടെ അങ്ങനെയൊരു പ്രത്യേക ഉത്തരവൊന്നും വരാത്തത് ആശ്വാസമാണ്. കാസർഗോഡ് ഡിപ്പോയിൽ നിന്ന് മംഗളൂരുവിലേക്കും സുള്ളിയയിലേക്കും പുത്തൂരിലേക്കുമെല്ലാമായി 30 സർവീസുകളുണ്ട്. ഇവയെല്ലാം TTO ലിമിറ്റഡ് സ്റ്റോപ്പോ ആണ്. ഇതിലെല്ലാം സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. കാസർഗോഡ് ഡിപ്പോയിൽ 97 ബസ്സുകളാണ് ആകെയുള്ളത്. സ്വിഫ്റ്റ് 2, ഡീലക്സ് 11, സൂപ്പർ ഫാസ്റ്റ് 1 ഉൾപ്പെടെ കാസർഗോഡ് ഡിപ്പോയിൽ 96 ബസ്സുകളുണ്ട്. കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ 60 ബസ്സുകളാണ് ആകെയുള്ളത്. സൂപ്പർ ഡീലക്സ് 1, സൂപ്പർ ഫാസ്റ്റ് 2, ഫാസ്റ്റ് പാസഞ്ചർ 5. ഇത്രയും വിഭാഗത്തിൽപ്പെട്ട 8 ബസ്സുകൾ കഴിച്ച് ബാക്കി TT ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെ 52 ബസ്സുകളും ഓർഡിനറിയാണ്. പ്രിയദർശിനി ബസ്സുകളിൽ സൗജന്യ യാത്ര നടത്തുന്നതിന് സ്ത്രീകൾക്ക് ദൂരപരിധിയൊന്നുമില്ല. സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിലൊന്നും സൗജന്യമില്ല. സൗജന്യം ലഭിക്കുന്ന ബസ്സുകളിൽ പ്രിയദർശിനി എന്ന സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. അനുവദനീയമായതിലും കൂടുതൽ ലഗേജ് ഉണ്ടെങ്കിൽ അതിന് ചാർജ് ഈടാക്കും. വനിതാ യാത്രക്കാരോട് സൗഹാർദ്ദപരമായി പെരുമാറണമെന്നും ഒരുവിധ പരാതിയും ഉണ്ടാകരുതെന്നും ജീവനക്കാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ദിരാജിയുടെ ഗ്യാരണ്ടിയിൽ ഒന്നാമത്തെ ഗ്യാരണ്ടിയായ UDF സർക്കാരിൻ്റെ വനിതകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ഇത് ജനങ്ങൾക്ക് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ആദ്യമായി നമ്മുടെ UDF സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് അതുപോലെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ എല്ലാ ബസ്സിലും ഇപ്പോൾ ഏകദേശം എല്ലാ KSRTC ഒരു വിധത്തിലുള്ള എല്ലാ ബസ്സിലും യാത്ര സൗജന്യമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു നല്ല കാര്യമാണ് UDF സർക്കാർ ചെയ്തത്. ഇത് പറഞ്ഞ പോലെ പാവപ്പെട്ട സ്ത്രീ ജനങ്ങൾക്കും പിന്നെ അതേ താരതമ്യേന വരുമാനം കുറഞ്ഞവർക്കും എല്ലാവർക്കും ഒരുപോലെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എവിടെയും യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏർപ്പെടുത്തിയ UDF സർക്കാരിന് വനിതാ ജീവനക്കാർ, വനിതാ വേദിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSRTCയിലെ സൗജന്യ യാത്രാ പദ്ധതിയുടെ കാഞ്ഞങ്ങാട്ടെ ഉദ്ഘാടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ജാഫർ ഉദ്ഘാടനം ചെയ്തു. KSRTCയിലെ സൗജന്യ യാത്രാ പദ്ധതിയുടെ കാഞ്ഞങ്ങാട്ടെ ഉദ്ഘാടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ജാഫർ ഉദ്ഘാടനം നിർവഹിച്ചു. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ അമ്മമാരോടും സഹോദരിമാരോടും നൽകിയ ഒരു വാഗ്ദാനമാണ് സ്ത്രീകൾക്ക് KSRTC
KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ VD സതീശൻ അവർകൾ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് ഔപചാരികമായി അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലുമുള്ള ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിനകത്ത് ഇന്നിപ്പോൾ ഇവിടെ KSRTCയുടെ സൗജന്യ യാത്ര ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യാശയും ഏറെ ആശാവഹവുമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഐക്യജനാധിപത്യ മുന്നണി എടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ ഗവൺമെൻറ് പുതിയുഗ പിറവിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു നാഴികക്കല്ലാണ് ഈ സ്ത്രീകൾക്ക് അമ്മമാർക്കുമുള്ള ഈ സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്നത്. ചന്ദ്രഗിരി പാലം വഴി കാസർഗോട്ടേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ചെമ്മട്ടംവയൽ സ്വദേശിനി നാരായണിയാണ് സീറോ ടിക്കറ്റ് വാങ്ങി ആദ്യ യാത്രക്കാരിയായത്. കണ്ടക്ടർ കൃഷ്ണൻ, ഡ്രൈവർ വിൽസൺ എന്നിവരാണ് ആദ്യ യാത്ര നിയന്ത്രിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ PV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ, രഘുനാഥൻ, KSRTC ഉദ്യോഗസ്ഥരായ K സത്യനാഥൻ, ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിമിനിയിൽ ഹണി ട്രാപ്പിലൂടെ 20 ലക്ഷത്തോളം രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ചെറുവത്തൂർ കൈതക്കാട് സ്വദേശി M സുൽഫിക്കറാണ് അറസ്റ്റിലായത്. കൊടക്കാട് ആനിക്കാടിയിലെ 66-കാരനായ സ്റ്റുഡിയോ ഉടമയുടെയും തലശ്ശേരിയിലെ യുവതിയുടെയും നഗ്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിലാണ് മുഖ്യപ്രതി അറസ്റ്റിലായത്. സംഭവത്തിൽ കൂടുതൽ പേർ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം കേസിലെ 2ാം പ്രതി ബൈജുവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ചീമേനി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊടക്കാട് ആനിക്കാടിലെ 66-കാരനായ സ്റ്റുഡിയോ ഉടമയുടെയും തലശ്ശേരി സ്വദേശിനിയായ യുവതിയുടെയും നഗ്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ചെറുവത്തൂർ കൈതക്കാട് സ്വദേശി A സുൽഫിക്കറാണ് അറസ്റ്റിലായത്. അസീസ് എന്ന വ്യാജ പേരിലാണ് പ്രതി സ്റ്റുഡിയോ ഉടമയിൽ നിന്ന് ഇത്തരത്തിൽ പണം തട്ടിയത്. ഇയാളെ കൂടാതെ കേസിൽ ബൈജുവും പ്രതിയാണ്. തലശ്ശേരി സ്വദേശിനിയായ യുവതിക്കൊപ്പമുള്ള നഗ്ന ദൃശ്യങ്ങൾ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. 2025 ജനുവരി മുതൽ 2026 ജൂൺ 12 വരെയുള്ള കാലയളവിൽ പ്രതികളും മറ്റു ചിലരും ചേർന്ന് പരാതിക്കാരനെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഗൂഗിൾ പേ വഴിയും ചെക്ക് മുഖേനയും നേരിട്ടും പല തവണകളായി പണം കൈപ്പറ്റിയ സംഘം 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് 2 വ്യത്യസ്ത സംഭവങ്ങളിൽ 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 4 വിദ്യാർത്ഥികളെ കാണാതായത് പരിഭ്രാന്തി പരത്തി. പോലീസ് അന്വേഷണത്തിനൊടുവിൽ പെൺകുട്ടികളെ ബന്ധുവീട്ടിൽ നിന്നും 2 ആൺകുട്ടികളെ ബംഗളൂരുവിൽ നിന്നുമാണ് കണ്ടെത്തിയത്. 2 വ്യത്യസ്ത സംഭവങ്ങളിൽ മഞ്ചേശ്വരത്ത് നിന്നും കാണാതായ 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 4 വിദ്യാർത്ഥികളെ കാണാതായത് നാടിനെ മണിക്കൂറുകളോളമാണ് ആശങ്കയിലാഴ്ത്തിയത്. ഇവർ സുരക്ഷിതരാണെന്നറിഞ്ഞതോടെയാണ് ആശങ്കയൊഴിഞ്ഞത്. ആദ്യത്തെ സംഭവത്തിൽ കുഞ്ചത്തൂത്ത് സ്വാഗത് ഹോട്ടലിന് സമീപത്തെ 13-14 വയസ്സുള്ള മദ്രസ വിദ്യാർത്ഥികളായ 2 ആൺകുട്ടികളെ ശനിയാഴ്ച വൈകുന്നേരം 5:30 മണിയോടെയാണ് വീടുകളിൽ നിന്നും കാണാതായത്. ബന്ധു നൽകിയ പരാതി പ്രകാരം മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് കേരളത്തിലും കർണാടകയിലും തെരച്ചിൽ നടത്തുകയും ചെയ്തു. ഇതിനിടെ ഇരുവരെയും ബംഗളൂരു ബസ് സ്റ്റാൻഡിൽ കണ്ടെത്തി. മഞ്ചേശ്വരം പോലീസ് നൽകിയ വിവരങ്ങളനുസരിച്ച് ബസ് സ്റ്റാൻഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കർണാടക പോലീസാണ് കുട്ടികളെ ഞായറാഴ്ച വൈകുന്നേരത്തോടെ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് പോലീസും കുട്ടികളുടെ ബന്ധുക്കളും ബംഗളൂരുവിലേക്ക് പോയി. കുട്ടികളെ മഞ്ചേശ്വരത്ത് എത്തിച്ച് മൊഴി രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. 2ാമത്തെ സംഭവത്തിൽ വോർക്കാടി നീരോളിക്കയിലെ സ്വകാര്യ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഹോസ്റ്റലിൽ നിന്നും 15-14 വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളെ ശനിയാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് കാണാതായത്. ട്രസ്റ്റ് അധികൃതർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടികൾ കോട്ടയം ഭാഗത്തേക്കുള്ള ട്രെയിനിൽ കയറിപ്പോയതായി കണ്ടെത്തിയിരുന്നു. ഇവർക്കായി പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിൽ 2 കുട്ടികളും ഞായറാഴ്ച രാത്രിയോടെ കാസർകോട്ടെ ബന്ധുവീട്ടിൽ എത്തുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ചൈൽഡ് ലൈൻ അധികൃതർ ഇരുവരെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. മൊഴിയെടുത്ത ശേഷം പെൺകുട്ടികളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രാവണേശ്വരം നെല്ലെടുപ്പ് സമര പോരാളികളുടെ പേരിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കണമെന്ന ആവശ്യം. കേരള കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു.
രാവണേശ്വരം നെല്ലെടുപ്പ് സമരപോരാളികളുടെ പേരിൽ രാവണേശ്വരത്ത് സാംസ്കാരിക നിലയം സ്ഥാപിക്കണമെന്ന് രാമഗിരി ബി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന കേരള കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLA-യുമായ CH കുഞ്ഞമ്പു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആദ്യ സമരങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങളുണ്ട്. ഒന്ന് നെല്ലെടുപ്പ് സമരം, രണ്ട് വിളവെടുപ്പ് സമരം. എന്നാൽ നെല്ലെടുപ്പ് സമരം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ ഏകദേശം 39-40കളിൽ നാടുമ്പോൾ പട്ടിണി, ഒരു മണി നെല്ലില്ല, അരി, അറിയാതെ വന്നു കിട്ടണമോ ഒന്നുമില്ല. കപ്പയും ചേർന്ന് ചേരയും ഒക്കെ തിന്നിട്ട് കട്ടിച്ച് തിരിച്ചു പോകും. ഒരു നേരം മാത്രമേ അത്യാവശ്യം ചെലവിക്കാൻ പറ്റും. അത് മക്കൾക്ക് ഭർത്താവിന് കഞ്ഞിക്കൊടുത്ത പിന്നെ ഭാര്യമാർക്ക് അമ്മമാർക്ക് വെള്ളമാക്കണം, വലിയ വെള്ളമാക്കണം, അങ്ങനെ ഒരു കാലമായിരുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ സിദ്ധഭാഗവും 10,000 രൂപയിലേക്ക് പോകണം. ആരെന്താ 10,000 ജമ്മിമാരും ഭാരപ്പാട്ടം. ഈ ഭാരപ്പാട്ടം കൊടുത്ത് ജമ്മിമാർക്ക് 10,000 രൂപയിലേക്ക് കൃത്യമായ അളവിലെങ്കിലും അവിടുന്ന് മുന്നിറക്കി. കേരള കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ വച്ച് വിവിധ കാർഷിക മേഖലകളിൽ നേട്ടം കൈവരിച്ച കർഷകരായ അജിത് കുമാർ കുന്നരവത്ത്, മുരളീധരൻ രാവണേശ്വരം എന്നിവരെയും കാർഷിക കൂട്ടായ്മയിലൂടെ ശ്രദ്ധ നേടിയ ബല്ല കൃഷിക്കൂട്ടം, അതിയാമ്പൂർ കൃഷിക്കൂട്ടം, കൈരളി തടത്തിൽ കൃഷിക്കൂട്ടം എന്നിവരെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു. മുൻ MLA-മാരായ K. കുഞ്ഞിരാമൻ, CH കുഞ്ഞമ്പു എന്നിവർ കർഷകരെയും കർഷക കൂട്ടായ്മകളെയും അനുമോദിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് K. കുഞ്ഞിരാമൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ K. മണികണ്ഠൻ, രവി കാസർഗോഡ്, U. ഉണ്ണികൃഷ്ണൻ നായർ, കുഞ്ഞികൃഷ്ണൻ, KV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നിർമ്മല കരുണാകരൻ അനുശോചന പ്രമേയവും N. ഗോപി രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി മൂലക്കണ്ണം പ്രഭാകരൻ റിപ്പോർട്ടും K. വിശ്വനാഥൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. P. നാരായണൻ, രവീന്ദ്രൻ പുതുക്കൈ എന്നിവരടങ്ങിയ പ്രമേയ കമ്മിറ്റിയും തങ്കമണി വില്ലാരംപതി, N. ഗോപി, P. രാധാകൃഷ്ണൻ എന്നിവർ അടങ്ങിയ പ്രസീഡിയവും K. വിശ്വനാഥൻ, C. രവി, നാരായണൻ പുല്ലൂർ എന്നിവരടങ്ങിയ മിനിറ്റ്സ് കമ്മിറ്റിയും സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. സംഘാടക സമിതി ചെയർമാൻ K. സബീഷ് സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളായി P. രാധാകൃഷ്ണനെ സെക്രട്ടറിയായും, മൂലക്കണ്ണം പ്രഭാകരനെ പ്രസിഡന്റായും, K. വിശ്വനാഥനെ ട്രഷററായും, ശിവജി വെള്ളിക്കോത്ത്, K. രാജേന്ദ്രൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, തങ്കമണി വില്ലാരംപതി, N. ഗോപി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BJP 46-47 ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോട്ടപ്പാറയിൽ വിജയസംഗമം സംഘടിപ്പിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയത്തിന്റെ പേരിൽ കേരളത്തിൽ PM ശ്രീ പദ്ധതി അട്ടിമറിക്കപ്പെട്ടാൽ സാധാരണക്കാരായ കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ പറഞ്ഞു. BJP 46-47 വാഴക്കോട് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോട്ടപ്പാറയിൽ സംഘടിപ്പിച്ച വിജയസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുഭവങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കലാലയത്തിലൂടെ, വിദ്യാലയങ്ങളിലൂടെ പഠിച്ച് വളർന്നു വരുന്നത്. മറ്റെന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റിയാൽ പോലും ഒരിക്കലും ഈ വിദ്യാലയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ നമുക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മളെല്ലാവരും ഓരോ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ടും, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിലയിൽ എത്താൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെല്ലുന്നതും അഭ്യസിക്കുന്നതും എല്ലാം തന്നെ. പലരും നമുക്ക് പറഞ്ഞ് കേട്ടതൊക്കെ നമുക്കറിയാം. പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആകണം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ SPO, IAS-ഓ IPS-ഓ ഇതൊക്കെ ആയി തീരണം, അല്ലെങ്കിൽ വലിയ മാനേജർമാരോ ബാങ്കിലോ എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ എന്നൊക്കെ തന്നെ. ശരിയാണ്, നമ്മുടെ കുട്ടികൾ വളരെയേറെ പ്രതീക്ഷയോടെ കൂടിയാണ് അവരെ നമ്മൾ വിദ്യാലയങ്ങളിൽ അയക്കുന്നതും. ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകുന്ന അർജുൻ, അദ്വൈത്, അഭിനവ് IIT കെമിസ്ട്രി എൻട്രൻസ് പരീക്ഷയിൽ 664 നേടിയ പൂജാലക്ഷ്മി, NMMS സ്കോളർഷിപ്പ്
CM കിഡ്സ് സ്കോളർഷിപ്പ്, SLC, +2, CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 60ഓളം കുട്ടികൾക്കും ഉപഹാരം നൽകി അനുമോദിച്ചു. 46ാം ബൂത്ത് പ്രസിഡന്റ് P. സന്ദീപ് അധ്യക്ഷത വഹിച്ചു. CG ആൻഡ് AC കേരള ട്രെയിനർ N. സദാശിവൻ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. BJP സംസ്ഥാന സമിതി അംഗം A. വേലായുധൻ, വാർഡ് മെമ്പർ K. ശോഭന, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ കാലിക്കടവ്, ജില്ലാ കമ്മിറ്റി അംഗം M. ശങ്കരൻ നമ്പൂതിരി, കാഞ്ഞങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജി ബാബു, സെക്രട്ടറി P. മനോജ് കുമാർ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി V. രതീഷ്, വാഴക്കോട് സ്കൂൾ PTA പ്രസിഡന്റ് KP സുകുമാരൻ, 47ാം ബൂത്ത് സെക്രട്ടറി T. രവി പാലത്തിങ്കാൽ എന്നിവർ സംസാരിച്ചു. 47ാം ബൂത്ത് പ്രസിഡന്റ് K. ബിജു സ്വാഗതവും 46ാം ബൂത്ത് സെക്രട്ടറി PK റിനേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കണമെന്ന ആവശ്യം കേരള വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം നടന്നു. ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും ജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും പാചകവാതക വിലവർദ്ധനവ് പിൻവലിക്കണമെന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രണാധികാരം സർക്കാർ ഏറ്റെടുക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന കേരള വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കുന്നുമ്മൽ NSS ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി ശോഭ ബാലൻ ഉദ്ഘാടനം ചെയ്തു. M. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV സുകുമാരൻ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി B. മധുസൂദനൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി T. സത്യൻ വ്യാപാരി മിത്ര പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഏരിയ സെക്രട്ടറി KV ദിനേശൻ SLC +2 വിജയികൾക്കുള്ള അനുമോദനം നടത്തി. വ്യാപാരി മിത്രയിൽ അംഗങ്ങളായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വനിതാവേദി ജില്ലാ പ്രസിഡന്റ് C. അനിത വിതരണം ചെയ്തു. യൂണിറ്റിലെ മുതിർന്ന അംഗം ഗണപതി നെല്ലിക്കാടിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി, ജില്ലാ കമ്മിറ്റി അംഗം A. ശബരീശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KV സുരേഷ്, അനീഷ് ദീപം, TV സൗമ്യ എന്നിവർ സംസാരിച്ചു. രാവിലെ യൂണിറ്റ് പ്രസിഡന്റ് M. ഗംഗാധരൻ സംഘടനയുടെ പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് നടന്ന കുടുംബസംഗമവും കലാപരിപാടികളും അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. സാധനങ്ങൾ അതിന്റെ വിട്ടുപടിക്കൽ എത്തണം എന്ന് ചിന്തിക്കുന്ന ജനങ്ങളുടെ മനസ്സിലേക്കാണ് നിർദ്ദേശിക്കുന്നത്. ആ സമയത്താണ് വ്യാപാരി വ്യവസായി സമിതി ഇത്തരത്തിലുള്ള കുടുംബസംഗമങ്ങളും അതുപോലെ തന്നെ അനുമോദനങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് വ്യാപാര മേഖലയെ എങ്ങനെ പരിപോഷിപ്പിക്കാം എന്ന് ആലോചിക്കുന്നത്. ഓൺലൈൻ സംവിധാനത്തെ പൂർണ്ണമായും എതിർക്കുകയല്ല, എങ്കിലും നമ്മൾക്ക് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റേണ്ട ഒരു കാര്യം, കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഒക്കെ ഈ പറയുന്ന വ്യാപാരികളാണ് സാധാരണ ജനങ്ങളെ കൂടെ നിന്നതും. അത്യാവശ്യം ഒരു 100 രൂപ കടമായി പോയാൽ നാളെ തരാം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കൂട്ടാക്കുകയും ചെയ്യുന്നത് ഈ പാവ കച്ചവടക്കാരാണ് എന്നുള്ളത് നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര മുഖ്യാതിഥിയായി. യൂണിറ്റ് സെക്രട്ടറി B. മധുസൂദനൻ സ്വാഗതവും ഗംഗ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ടീം അതിയാമ്പൂരിന്റെ തിരുവാതിര, ധ്വനി മേലാങ്കോട്ടിന്റെ ഫ്യൂഷൻ ഡാൻസ്, ഗാനാലാപനം തുടങ്ങി നിരവധി പരിപാടികൾ നടന്നു. ഭാരവാഹികളായി M. ഗംഗാധരനെ പ്രസിഡന്റായും ഗംഗാ രാധാകൃഷ്ണനെ വൈസ് പ്രസിഡന്റായും B. മധുസൂദനനെ സെക്രട്ടറിയായും രാകേഷിനെ ജോയിന്റ് സെക്രട്ടറിയായും ബാലകൃഷ്ണൻ പള്ളോടിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വനിതാവേദിയും രൂപീകരിച്ചു. K. സുജാതയെ പ്രസിഡന്റായും M. ഷീലയെ വൈസ് പ്രസിഡന്റായും ഗംഗാ രാധാകൃഷ്ണനെ സെക്രട്ടറിയായും ജ്യോതി പനങ്കാവിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു
നായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ളോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. സമസ്ത സെന്റിനറിയുടെ 100 പ്രകാശ വർഷങ്ങൾ എന്ന ശീർഷകത്തിൽ സംസ്ഥാനത്തെ സോൺ കേന്ദ്രങ്ങളിൽ നടന്നുവരുന്ന പ്രമേയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കാഞ്ഞങ്ങാട് സോൺ പ്രമേയ സമ്മേളനം 16-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. സമസ്ത സെന്റിനറിയുടെ 100 പ്രകാശ വർഷങ്ങൾ എന്ന ശീർഷകത്തിൽ സംസ്ഥാനത്തെ സോൺ കേന്ദ്രങ്ങളിൽ നടന്നുവരുന്ന പ്രമേയ സമ്മേളന ഭാഗമായുള്ള കാഞ്ഞങ്ങാട് സോൺ പ്രമേയ സമ്മേളനം ഈ മാസം 16-ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പുതിയകോട്ട മഖാം സിയാറത്തിന് ശേഷം 2:30-ന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഉപാധ്യക്ഷൻ PS ആറ്റക്കോയ തങ്ങൾ പഞ്ചിക്കൽ ഉദ്ഘാടനം ചെയ്യും. സോൺ EC ചെയർമാൻ അബ്ദുൾ ഖാദർ സഖാഫി ആറങ്ങാടി അധ്യക്ഷത വഹിക്കും. SMA സംസ്ഥാന സെക്രട്ടറി അബ്ദു റഷീദ് സഖാഫി പത്തർപ്പരിയം, സമസ്ത ജില്ലാ സെക്രട്ടറി കാട്ടിപ്പാറ അബ്ദുൾ ഖാദർ സഖാഫി പ്രമേയ പ്രഭാഷണം നടത്തും. ജില്ലാ സെക്രട്ടറി VC അബ്ദുള്ള സഅദി, സോൺ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് മൗലവി കൊളവയൽ, സോൺ ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താർ പഴയ കടപ്പുറം, SYS സോൺ പ്രസിഡന്റ് മദനിയം അബ്ദുൾ ലത്തീഫ് സഖാഫി, SMA ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മങ്കയം, സോൺ EC ചെയർമാൻ ഷിഹാബ് പാണത്തൂർ, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കൌൺസിലർ മടിക്കി അബ്ദുള്ള ഹാജി, SSF ഡിവിഷൻ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഇർഫാനി തുടങ്ങിയവർ സംസാരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി VC അബ്ദുള്ള സഅദി, സോൺ EC ചെയർമാൻ അബ്ദുൾ ഖാദർ സഖാഫി, കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് മൗലവി, കേരള മുസ്ലിം ജമാഅത്ത് സോൺ ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താർ പഴയ കടപ്പുറം, SMA ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മങ്കയം, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കൌൺസിലർ മടിക്കി അബ്ദുള്ള ഹാജി, സോൺ EC കൺവീനർ ഷിഹാബ് പാണത്തൂർ, കേരള മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി BK അബ്ദുറഹ്മാൻ ഹാജി, കേരള മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി അബ്ദുൽ സലാം പുഞ്ചാവി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഹാകവി P സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിക്കോത്തിലെ 1994 SSLC ബാച്ച് ഓർമ്മ 94 സൗഹൃദ സംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സൗഹൃദ സംഗമവും അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്തു. മഹാകവി P സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിക്കോത്തിലെ 1994 SLC ബാച്ച് ഓർമ്മ 94 സൗഹൃദ സംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. തങ്ങളുടെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് 32 വർഷമായെങ്കിലും സഹപാഠികളെയും സ്കൂളിനെയും തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഉടനീളം ചേർത്ത് നിർത്തുമെന്ന പ്രഖ്യാപനത്തിനും പരസ്പര സഹായ സഹകരണങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും സൗഹൃദ സംഗമവും അനുമോദന സദസ്സും വേദിയായി. കാഞ്ഞങ്ങാട് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സൗഹൃദ സംഗമവും അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്തു. മാറ്റം എന്ന് പറയുന്നത് അതിനൊരു പ്രധാന ഘടകമായി മാറിയത് പ്രധാനമായും ഈ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയുമാണ്.
കൂടെ പഠിച്ച ഒരാൾ എത്ര ദൂരമാണെങ്കിലും അല്ലെങ്കിൽ കൂടെ പഠിച്ച പലർക്കും യാതൊരു ബന്ധവുമില്ലെങ്കിലും അങ്ങനെയുള്ളവരെ അന്വേഷിച്ച് കണ്ടെത്താനും അവരുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലമോ കണ്ടെത്താനൊന്നും ഇപ്പോൾ വലിയ പ്രയാസമില്ല. മിക്കവാറും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മൊബൈൽ ഫോണിലൂടെയും നമുക്ക് എല്ലാവരെയും കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഇങ്ങനെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സൗകര്യമായിട്ടുണ്ട്. ആ സൗകര്യം നമ്മളെല്ലാവരും നന്നായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മ അതിനൊരു നമ്മുടെ ഒരു മലയാളികൾക്ക് പ്രത്യേകിച്ച് ഗൃഹാതുരത്വം എന്ന് പറയുന്നുണ്ട്. LSS, USS, SLC+2, ഡിഗ്രി തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളായ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി MLA അനുമോദിച്ചു. കൂട്ടായ്മ ചെയർമാൻ K. പ്രമോദ് കുമാർ അടോട്ട് അധ്യക്ഷത വഹിച്ചു. മഹാകവി P. സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ അശോകൻ ചെമ്മട്ടംവയൽ, PTA പ്രസിഡന്റ് KV വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. കൺവീനർ ബിനു പെരളം സ്വാഗതവും സീമ പ്രഭു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രമുഖ സോഷ്യലിസ്റ്റും രാഷ്ട്രീയത്തിലും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലും സംസ്ഥാന നേതൃനിലയിൽ ചുക്കാൻ പിടിച്ച പി കോരൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനവും സാന്ത്വന പരിചരണ ഉപകരണങ്ങളുടെ ഏറ്റുവാങ്ങലും നടന്നു. തൃക്കരിപ്പൂർ KMK സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. 6 വർഷത്തോളമായി തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന പി കോരൻ മാസ്റ്റർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി സാന്ത്വന പരിചരണങ്ങളുടെ ഉപകരണങ്ങളുടെ ഏറ്റുവാങ്ങൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം നിർവഹിച്ചു. ഇതിനുവേണ്ടി തയ്യാറായ എല്ലാ സുമനസ്സുകൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹോം കെയർ ഉൾപ്പെടെയുള്ളൊരു പ്രവർത്തനം ഭാവിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും കോരൻ മാസ്റ്റർ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യ സ്നേഹികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. പിന്നെ എനിക്ക് രണ്ടാമത് മൈക്കിന് മുമ്പിലേക്ക് വന്നത് ഫൗണ്ടേഷൻ ചെയർമാൻ TV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. RJD കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ പി കോരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി PP രഘുനാഥ്, ട്രഷറർ PV ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M മനു, RJD കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, ഗാന്ധിയൻ പ്രവർത്തകൻ KV രാഘവൻ മാസ്റ്റർ, ലോയേഴ്സ് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MTP അബ്ദുൽ കരീം, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് K ശശിധരൻ എന്നിവർ സംസാരിച്ചു. വിവിധ സമരങ്ങളിൽ പങ്കെടുത്ത മുതിർന്ന സോഷ്യലിസ്റ്റുകളെ ചടങ്ങിൽ ആദരിച്ചു. പി കോരൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുല്ലൂർ ഉദയനഗർ ജംഗ്ഷൻ ലോകകപ്പ് ആവേശത്തിൽ ഫ്ലെക്സുകൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ ഒരു ഭാഗം സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച് പുല്ലൂർ ഉദയനഗറിലെ വിവിധ ടീമുകളുടെ സംയുക്ത ഫാൻസ് ടീം മാതൃകയാവുകയാണ്. കായിക പ്രേമികളുടെ ആവേശ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പുല്ലൂർ ഉദയനഗർ ജംഗ്ഷൻ. എല്ലാ ലോകകപ്പ് സീസണുകളിലും ഫ്ലക്സുകളിലൂടെ ശ്രദ്ധ നേടുന്ന ഈ പ്രദേശം ഇത്തവണ വ്യത്യസ്തമായൊരു മാതൃകയാണ് പിന്തുടരുന്നത്. ഫ്ലക്സുകൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ ഒരു ഭാഗം സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കാനാണ് വിവിധ ടീമുകളുടെ സംയുക്ത ഫാൻസുകാരുടെ തീരുമാനം. കഴിഞ്ഞ ലോകകപ്പ് സീസണുകളിൽ അർജന്റീനയും ബ്രസീലും ഫാൻസുകാർ തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഫാൻ ഫൈറ്റുകളും ഫ്ലക്സ് യുദ്ധങ്ങളും ഉദയനഗറിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയിരുന്നു. എല്ലാ വേൾഡ് കപ്പിനും നമ്മൾ ഉദയനഗർ ഗ്രാമം എപ്പോഴും നല്ല രീതിയിലാണ് ഇവിടെ ഫ്ലക്സുകളും കാര്യങ്ങളും വെച്ചിട്ട് ആവേശം കാണിക്കാറുള്ളത്. ഇത്തവണ അതുപോലെ തന്നെ എല്ലാ ഫാൻസിൻ്റെ ഫ്ലക്സുകളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പുതിയതായിട്ട് ഇക്വഡോറിൻ്റെ അടക്കം ഇവിടെ ഫ്ലക്സുകൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഉദയനഗർ ഗ്രാമം അത്രക്കും ആവേശലഹരിയിലാണ്. എന്നാൽ കഴിഞ്ഞ സീസൺ മുതൽ പോർച്ചുഗൽ ഫാൻസിന്റെ ശക്തമായ സാന്നിധ്യവും ജർമ്മനി, ഫ്രാൻസ്, ഇക്വഡോർ ടീമുകളുടെ ആരാധകരുടെ സജീവ ഇടപെടലും പ്രദേശത്തെ ലോകകപ്പ് ആവേശം കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ലോകകപ്പ് മത്സരങ്ങൾ പ്രൊജക്ടർ സ്ക്രീനിൽ തത്സമയം പ്രദർശിപ്പിക്കാൻ സമീപത്തെ EMS ഉദയനഗർ ക്ലബ് മുന്നോട്ടു വന്നതും ആരാധകരുടെ ആവേശം ഇരട്ടിപ്പിക്കുകയാണ്. വിവിധ ടീമുകളുടെ ആരാധകർക്ക് ഒരുമിച്ച് മത്സരങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. കായിക ആവേശത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിച്ച് ലോകകപ്പിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ പുല്ലൂർ ഉദയനഗർ.
വരും ദിവസങ്ങളിൽ പ്രദേശം കൂടുതൽ ആഘോഷ നിറവിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ഫുട്ബോൾ ആരാധകരും. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. ദുർഗ ഹൈസ്കൂൾ 1982 ബാച്ച് ഓർമ്മകൾ 82. പൂർവ്വ വിദ്യാർത്ഥികൾ തുടർച്ചയായി 9ാം തവണയും സംഗമം നടത്തി. അലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബ്ബിലാണ് സംഗമം നടന്നത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ 1982 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ തുടർച്ചയായി 9ാം തവണയും ഒത്തുകൂടി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. അലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബ്ബിൽ നടന്ന സംഗമത്തിൽ വ്യത്യസ്ത തൊഴിൽ മേഖലയിലുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചടങ്ങിൽ BSNLിൽ നിന്ന് 31 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സഹപാഠി NV അശോക് കുമാർ, BA എക്കണോമിക്സ് ഉന്നത വിജയം നേടിയ സഹപാഠി കണ്ണൻ ഐങ്ങോത്തിന്റെ മകൾ മേഘ്ന M, പാർവതി എന്നിവരെ അനുമോദിച്ചു. കാഞ്ഞങ്ങാട് ദുർഗ ഹൈസ്കൂൾ 1982 10th B ബാച്ചിൻ്റെ 9ാം വാർഷിക ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഈ വാർഷികത്തിൽ ഇന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നമ്മുടെ കൂടെ 31 വർഷം BSNL ജോലി ചെയ്ത് വിരമിക്കുന്ന ഞങ്ങളുടെ എല്ലാമായ അശോക് കുമാറിന് ഒരു സ്വീകരണം കൂടെയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കണ്ണൻ്റെ മകൾ, ഞങ്ങളോട് പഠിച്ച കണ്ണൻ്റെ മകൾ മേഘ്ന പാർവതി BA എക്കണോമിക്സിന് ഉന്നത വിജയം നേടിയ ഒരു കുട്ടിയാണ്. അവർ രണ്ടാൾ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഈ ഒത്തുചേരൽ സംഗമത്തിൽ ഇവിടെ നടന്നത്. അതുപോലെ ഇവിടെ എത്തിയ എല്ലാവരെയും ഞങ്ങൾ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അംബുജാക്ഷൻ, അലാമിപ്പള്ളി, KV അനിത ചാലിങ്കാൽ, ലക്ഷ്മിക്കുട്ടി, യമുന ചെമ്മട്ടം വയൽ, കൃഷ്ണൻ പണിക്കർ അട്ടേങ്ങാനം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ MLA M കുഞ്ഞിരാമൻ നമ്പ്യാരുടെ 12ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചുള്ളിക്കര ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ MLA M കുഞ്ഞിരാമൻ നമ്പ്യാരുടെ 12ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചുള്ളിക്കര ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മധുരപലഹാരം വിതരണം ചെയ്തുകൊണ്ട് UDFന്റെ ഈ വലിയ പദ്ധതി വലിയ പ്രചരണം കൊടുക്കണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാറുള്ളത്. ഒരു തർക്കവും വേണ്ട, ഞാൻ നിങ്ങളോട് പറയുന്നു. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് വരാൻ പോകുന്ന നാളുകളിൽ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിനകത്ത് വികസന കാഴ്ചപ്പാടോടുകൂടി വികസന വിപ്ലവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന വലിയ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഞാൻ സാധാരണമായി നിങ്ങളോട് അതിനനുസരിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഈ മേഖലയിലെ മുഴുവൻ മണ്ഡല കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും എല്ലാ നേതാക്കളും സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. ബ്ലോക്ക് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ഖാദർ മാങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. രമേശൻ കരുവാച്ചേരി, അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, TK നാരായണൻ, ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലത, മാധവൻ നായർ കള്ളാർ, കോടോംബേളൂർ മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ, M ജയകുമാർ, ജോണി തോലമ്പുഴ, P ആലി, V മാധവൻ നായർ, സന്തു ടോം ജോസ്, MM സൈമൺ, വിനോദ് കപ്പിത്താൻ, H വിഘ്നേശ്വര ഭട്ട്, ത്രേസ്യാമ ജോസഫ്, കരുണാകരൻ നായർ, AK ദിവാകരൻ, ഗംഗാധരൻ ആടകം, PA മുഹമ്മദ് കുഞ്ഞി, VD ജോഷി, സണ്ണി ഇലവുങ്കൽ, ബാബു മാണിയൂർ, രാജീവ് തോമസ്, KK യൂസഫ്, രാധാകൃഷ്ണൻ നായർ, N വിൻസെന്റ്, രേഖ റോയ്, ഗിരീഷ്, സുരേന്ദ്രൻ അരിങ്കല്ല, PA വാസു, സുരേഷ് കൂക്കൾ, ഗോപി പൂടങ്കല്ല് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ചടങ്ങിൽ സജി പ്ലാച്ചേരി കള്ളാർ സ്വാഗതവും സജി പ്ലാച്ചേരി അയറോട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. The best place of mine.
ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. കേശവ്ജി സ്മാരക പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഉദുമ MLA കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേശവ്ജി സ്മാരക പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഉദുമ MLA കെ നീലകണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്ന ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹം ഈ നാടിന് നൽകിയ സംഭാവനയെ സ്മരിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തെ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥശാല ആരംഭിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചത് എന്ന് മനസ്സിലാക്കും. പ്രത്യേകിച്ചും ഇന്ന് വായനാശീലം അന്യം നിന്ന് പോകുന്നൊരു കാലഘട്ടം. എല്ലാവരും ഇന്ന് കൊച്ചു കുട്ടികളുടെ കയ്യിൽ പോലും ഇന്ന് മൊബൈലിൽ കൂടി വായിക്കുകയും നോക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK സബിത അധ്യക്ഷത വഹിച്ചു. സുകുമാരൻ പെരിയച്ചൂർ മുഖ്യപ്രഭാഷണം നടത്തി. KV ഗോപാലൻ അനുസ്മരണ പ്രസംഗം നടത്തി. VHSC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ KJ ഇമ്മാനുവലിന് അശോകൻ നമ്പ്യാർ എൻഡോമെന്റ് സമ്മാനിച്ചു. ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc കെമിസ്ട്രിയിൽ ഉന്നത വിജയം നേടിയ PV പ്രിയങ്കയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ C കൃഷ്ണകുമാർ, ശ്രീജിത്ത് പർക്ലായി, വായനശാല പ്രസിഡന്റ് അമ്പലത്തറ നാരായണൻ, അബ്ദുൽ ലത്തീഫ് പെരിയ, N കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. PV ജയരാജ് സ്വാഗതവും ഗോപി മുളവന്നൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒഴിഞ്ഞവളപ്പ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ സംഘാടക സമിതി ജനറൽ ബോഡി യോഗം നടന്നു. നിരവധി ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. ഒഴിഞ്ഞവളപ്പ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടിയുടെ ഭാഗമായി വീടുകളിൽ ഗോൾഡൻ ജൂബിലി ഓർമ്മമരം നടുന്നതിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് പരിപാടി എന്ന് പറയുന്നതും ഒന്ന് വിട്ട് മറ്റൊന്ന് പ്രധാനപ്പെട്ടതെന്ന് പറയാനില്ല. രണ്ടും അത്രമേൽ പ്രധാനപ്പെട്ടുള്ള രണ്ട് പരിപാടികളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജൂൺ മാസം വരുമ്പോൾ തന്നെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പല ആളുകളും നടത്തിക്കൊണ്ടുണ്ടായ ഒരു പരിപാടിയാണ്. കഴിഞ്ഞ ആഴ്ച തൊട്ടിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഇത് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്ലബിൻ്റെ വാർഷികമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓർമ്മ മരം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടുപോരുന്ന ഒരു സ്ഥിതി, ജൂൺ 5 വൃക്ഷത്തൈ നടും. നമ്മൾ കാലങ്ങളായിട്ട് ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ നാടൊക്കെ ഒരു വൻ കാടായിട്ട് മാറും. പക്ഷെ എങ്ങനെയാണ് നട്ടുപോകും,
ഒരു ഫോട്ടോ എടുക്കും എന്നതിനപ്പുറത്തേക്ക് ആ ഒരു ചെടിയോ അല്ലെങ്കിൽ നട്ട വൃക്ഷത്തെയോ പരിപാലിക്കുന്ന ഒരു തലമുറ കഴിഞ്ഞുപോയ മുൻകാലങ്ങളിലുണ്ടായ തലമുറകളെ പോലെ നമുക്ക് ആ ഒരു ശീലം ഇല്ല എന്ന് തന്നെ പറയാം. ക്ലബ്ബ് പരിധിയിലെ മുഴുവൻ വീടുകളിലും ഓർമ്മമരം നടും. ചടങ്ങിൽ ഒ ഗോപാലൻ ആദ്യ മരത്തൈ ഏറ്റുവാങ്ങി. പരിപാടിയിൽ SLC+2 ബിരുദ പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു. കാഞ്ഞങ്ങാട് മുറിയനാവിയിലെ സുജിത് രാജ് ചികിത്സാ സഹായം കൈമാറി. ക്ലബ് പ്രസിഡന്റ് OV മോഹനൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംഘാടക സമിതി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ പ്രദീപൻ മരക്കാപ്പ്, വർക്കിംഗ് ചെയർമാൻ അഖിൽ OV, ജോയിന്റ് കൺവീനർ ബിജുരാജ് CK, ബീന OV എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി രജീഷ് NV സ്വാഗതം പറഞ്ഞു. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ ഓണാഘോഷം, കർഷക തൊഴിലാളി സംഗമം, വനിതാ സംഗമം, ഗോൾഡൻ ജൂബിലി കെട്ടിട ശിലാസ്ഥാപനം, കബഡി ടൂർണമെന്റ്, വിപുലമായ സാംസ്കാരിക പരിപാടികളോടുകൂടി 2027 ഏപ്രിലിൽ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടി സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കല്യാൽ ഭാഗ്യനിധിയുടെ ആദ്യ കൂപ്പൺ കൈമാറ്റ ചടങ്ങ് നടന്നു. ശ്രീ കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ധനശേഖരണാർത്ഥമാണ് കൂപ്പൺ തയ്യാറാക്കിയത്. 2028 നടക്കാനിരിക്കുന്ന ശ്രീ കല്യാൽ മുച്ചിലോട്ട ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായും ക്ഷേത്ര ധനശേഖരണാർത്ഥമായും സംഘടിപ്പിക്കുന്ന കല്യാൽ നിധിയുടെ ആദ്യ കൂപ്പൺ കൈമാറ്റ ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു. ആദ്യ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി ഒരാൾക്ക് 25,000 രൂപയും പ്രോത്സാഹന സമ്മാനമായി 20 പേർക്ക് 1000 രൂപ വീതവും, രണ്ടാമത്തെ നറുക്കെടുപ്പിൽ സമ്മാനമായി 15,000 രൂപ 3 പേർക്കും പ്രോത്സാഹനമായി 20 പേർക്ക് 1000 രൂപ വീതവും, മൂന്നാമത്തെ നറുക്കെടുപ്പിൽ 10,000 രൂപ 3 പേർക്കും 20 പേർക്ക് പ്രോത്സാഹനമായി 1000 രൂപ വീതവും, തുടർന്ന് നടക്കുന്ന ബമ്പർ നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായി ഒരാൾക്ക് 1,00,000 രൂപ നൽകുന്നതുമാണ്. ക്ഷേത്രസന്നിധിയിൽ ആചാരസ്ഥാനികരായ ചന്തു കോമരം, കുഞ്ഞിക്കണ്ണൻ കോമരം എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യകർമ്മി സുരേഷ് അന്തിത്തിരിയൻ KV രാജു കിഴക്കുംകരയ്ക്ക് ആദ്യ കൂപ്പൺ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ധനശേഖരണത്തിന്റെ ആവശ്യാർത്ഥാണ് നമ്മൾ ഈ ഒരു ധനസമാഹരണ ഭാഗ്യനിധി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാർഡ് നടയിൽ വെച്ച് തന്നെ അമ്മയുടെ അനുമതിയോടുകൂടി അനുഗ്രഹത്തോടുകൂടി വിതരണോദ്ഘാടനം നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് എല്ലാവരുടെയും അമ്മയുടെ അനുഗ്രഹം ആദ്യം വേണം നമുക്ക്, ബാക്കി എല്ലാവരുടെ സഹായ സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. അതിനെല്ലാവരും പൂർണ്ണമായിട്ട് ഇതിൻ്റെ പുറകിൽ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ബാക്കി കാര്യം പറയാം പ്രസിഡന്റിനെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2028 കളിയാട്ടാണ് മുമ്പിലുള്ളത്. പക്ഷേ അതിനു മുമ്പായി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഈ മുച്ചിലോട്ടുമായി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ഒരു കല്യാൾ ഭാഗ്യനിധി എന്ന രീതിയിൽ നമ്മൾ ഒരു ഇങ്ങനത്തെ പിന്നെ ഇത് നടത്താൻ വേണ്ടി ഫണ്ടിങ് ഇത് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ നമുക്ക് ഒരാളെ ഇങ്ങനെ ഒരു 10 കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ ഇന്ന് അമ്മ ഇങ്ങോട്ട് തന്നെ കൊണ്ടു തന്നാണ്. നമ്മൾ ഈ ഒരു കാര്യമായി സംസാരിക്കുന്ന സമയത്ത് അമ്മ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടു തന്നത് നമ്മുടെ നാട്ടുകാരനാണ്. നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതനായ രാജുവാണ് ഈ കാർഡ് നമ്മുടെ ഫസ്റ്റ് ആദ്യം തന്നെ ഏറ്റുവാങ്ങുന്നത്. ക്ഷേത്രം പ്രസിഡന്റ് ഗംഗാധരൻ പാലക്കി അധ്യക്ഷത വഹിച്ചു. ഗജാൻജി കുമാരൻ പുതിയകണ്ഠം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ മുരളി ചിത്താരി, രവി പേരൂർ, സേതു കള്ളാർ, രാജൻ പുല്ലൂർ, രവി മടിക്കൈ, KPV സുരേന്ദ്രൻ, ഗോപി മാക്കരംകോട്ട്, രാമചന്ദ്രൻ മധുരക്കാട്, മാതൃസമിതി ഭാരവാഹികളായ രമണി, വിമല പുതിയകണ്ഠം, യമുന മുച്ചിലോട്ട്, ആശാലത പാലക്കി, മിനി പുതിയവളപ്പ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം സെക്രട്ടറി ചന്ദ്രൻ മണ്ണടി സ്വാഗതവും അശോകൻ മുച്ചിലോട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ ഹോം കെയർ സേവനങ്ങൾ ആരംഭിച്ചു. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് ഹോം കെയർ സേവനങ്ങൾ ആരംഭിച്ചു. നഴ്സിംഗ് പരിചരണം, പാലിയേറ്റീവ് കെയർ, ഹോം സാമ്പിൾ കളക്ഷൻ, വൂണ്ട് കെയർ ആൻഡ് ഡ്രസ്സിംഗ് സേവനങ്ങൾ, ഇഞ്ചക്ഷൻ ആൻഡ് IV തെറാപ്പി, ശ്വാസകോശ സംബന്ധമായ പരിചരണങ്ങൾ, യൂറിൻ ബാഗ്, ട്യൂബ് മാറ്റൽ സേവനങ്ങൾ, ഫാർമസി സേവനങ്ങൾ, ഡോക്ടർ കൺസൾട്ടേഷൻ എന്നിവ ഹോം കെയർ സേവനങ്ങളിൽ പെടുന്നു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. ഹോം കെയർ സേവനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളാണ് അറിയിച്ചത്. ഞങ്ങൾ ആ മെഡിസിൻസും വീട്ടിലെത്തിക്കും. സോ ഇതെല്ലാമാണ് ബേസിക്കലി ഞങ്ങൾ ഹോം കെയർ സർവീസസിൽ പ്ലാൻ ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് ആയിട്ട് പേഷ്യൻസിന് വേണ്ടി കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് ചെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ബേസിക്കലി ഇതാണ് ഞങ്ങളുടെ ഹോം കെയർ സർവീസസിൻ്റെ മെയിൻ ഇഷ്യൂസ്.
വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റൽ സിഇഒ ദിലീപ് KS, സി രേണുകാദേവി, നിതിൻ കൃഷ്ണൻ, സജിൻ MV, ഫിലിപ്പ്, സതീഷ് നമ്പ്യാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിങ്സിൽ അനുമോദന പരിപാടി ഒരുക്കി. ശോഭികയിലെ തൊഴിലാളികളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയാണ് അനുമോദിച്ചത്. കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സിൽ കഴിഞ്ഞ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ശോഭികയിലെ ഉദ്യോഗാർത്ഥികളുടെ മക്കൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ പനയാൽ ബാങ്ക് മാനേജർ നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. അപ്പൊ എത്ര കണ്ട് നമ്മൾ ഇതാക്കാൻ വേണ്ടി പറ്റും, അത്ര കണ്ട് മാനേജ്മെന്റ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അതനുസരിച്ച് നമ്മളുടെ വർക്കിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഉത്സാഹം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ജീവിതാനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നുള്ളത്. ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതം പറഞ്ഞു. മുഖ്യാതിഥിയായി എത്തിയ നാരായണന്റെ മകൾ അരുണിമ നാരായണനും SSLCക്ക് ഉന്നത വിജയം നേടിയ കുട്ടികളുടെ കൂടെ മൊമെന്റോ ഏറ്റുവാങ്ങിയത് ശ്രദ്ധേയമായി. ശോഭിക ഡയറക്ടർ ഷിഹാബ് കല്ലിൽ, ബിഗ്മാൽ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി, ഫ്ലോർ മാനേജർ മജീദ് വയനാട് എന്നിവർ പരിപാടിക്ക് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഇതുവരെ നമ്മൾ SSLC വരെ എല്ലാ വിഷയങ്ങളും മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും സയൻസ് ആയാലും മറ്റേ സോഷ്യൽ സ്റ്റഡീസ് ആയാലും എല്ലാ പല വിഷയങ്ങളുടെ ആരംഭഘട്ടങ്ങൾ, അതിൻ്റെ ഫൗണ്ടേഷൻ അതെന്താണെന്ന് മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് ഓരോ വിഷയത്തിലും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം നമ്മുടെ കസ്റ്റമേഴ്സിനെ കാണുമ്പോഴാണ് അല്ലേ. കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷമാണ്. വളരെ തൃപ്തികരമായിട്ട് അവരെ ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് സെയിൽ ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെ തന്നെയാണ്. അതിലേറെ ഏറ്റവും വലിയൊരു സന്തോഷം നമ്മളെ കൂടെ നമ്മളെ ഈ ശോഭിക ഫാമിലിയിൽ, അതായത് ശോഭികന്റെ ഗ്രൂപ്പിൽ 2000-ഓളം സ്റ്റാഫുകൾ, ഒരുപാട് ആളുകൾ ജീവിച്ചു പോകുന്ന ഒരു കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് അതിലേറെ ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു സമയമാണ്. കൂടാതെ ആദരിക്കൽ ചടങ്ങിനൊപ്പം സ്റ്റാഫിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനും പരിപാടിക്കൊപ്പം നടന്നു. ശോഭിക വെഡിംഗ് സെന്ററിലെ സ്റ്റാഫിന്റെ വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായി. HR എക്സിക്യൂട്ടീവുമാരായ രഞ്ജുഷ, ശ്രീജ എന്നിവർ പരിപാടി നിയന്ത്രിച്ചു. ശോഭിക കാഞ്ഞങ്ങാട് ASM വിപിന്റെ നന്ദി പ്രകാശനത്തോടുകൂടി പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെരക്കപ്പാറ ചാലിൽ ശ്രീ കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാനത്ത് അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന T ഉദ്ഘാടനം ചെയ്തു. ചെരക്കാപ്പാറ ചാലിൽ ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭന ഉദ്ഘാടനം നിർവഹിച്ചു. തറവാടിന്റെ നെടുന്തൂണായവര് എല്ലാവരെയും അനുമോദിക്കാൻ കാണിച്ച വലിയ മനസ്സിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പം കൂടേണ്ടതാണ് കുടുംബം, സന്തോഷം കൂടേണ്ടത്. നമ്മള് കൂടുമ്പോ ചിലപ്പോ സന്തോഷം കുറയാനുള്ള അവസരങ്ങളും ഉണ്ടാകാം. തറവാട് പ്രസിഡന്റ് രോഹിണി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് രജിസ്ട്രേഷൻ, സർട്ടിഫിക്കറ്റ് പ്രകാശനം എന്നിവ നടന്നു. കൂടാതെ സെക്രട്ടറി കഴിഞ്ഞ ഒരു വർഷത്തെ റിപ്പോർട്ടും അവതരിപ്പിച്ചു. നിലവിൽ 2025 പുതിയ ആക്ട് പ്രകാരം ജില്ലയിൽ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുന്ന കമ്മിറ്റിയായി മാറി. കമ്മിറ്റിയുടെ പുതിയ ബയലോ കാഞ്ഞങ്ങാട് ബ്ലോക്ക് മെമ്പർ ശാന്ത പ്രകാശനം ചെയ്ത് സംസാരിച്ചു. തുടർന്ന് 14, 15 വാർഡ് മെമ്പർമാരായ ബാലകൃഷ്ണൻ മനോഹരൻ, ST പ്രൊമോട്ടർ രാകേഷ് കുന്നുച്ചിയും ആശംസയർപ്പിച്ച് സംസാരിച്ചു. ക്ഷേത്ര കമ്മിറ്റിയിലേക്ക് സ്ഥലം ദാനം നൽകിയ സഹോദരങ്ങളായ കൊട്ടൻ CM, ബാലൻ A എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാട അണിയിക്കുകയും ചെയ്തു. തുടർന്ന് തറവാട് പരിധിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിവിധ ആളുകളെയും അനുമോദിച്ചു. സുഞ്ജിത്ത് നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നു. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര.
ടൗൺ ടു ടൗൺ, LS, പോയിന്റ് ടു പോയിന്റ് തുടങ്ങിയ ബസ്സുകളാണ് ഓർഡിനറി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ചീമേനിയിൽ ഹണി ട്രാപ്പിലൂടെ 20 ലക്ഷത്തോളം രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ചെറുവത്തൂർ കൈതക്കാട് സ്വദേശി M. സുൽഫിക്കറാണ് അറസ്റ്റിലായത്. കൊടക്കാട് ആനിക്കാടിയിലെ 66-കാരനായ സ്റ്റുഡിയോ ഉടമയുടെയും തലശ്ശേരിയിലെ യുവതിയുടെയും നഗ്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിലാണ് മുഖ്യപ്രതി അറസ്റ്റിലായത്. മഞ്ചേശ്വരത്ത് 2 വ്യത്യസ്ത സംഭവങ്ങളിൽ 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 4 വിദ്യാർത്ഥികളെ കാണാതായത് പരിഭ്രാന്തി പരത്തി. പോലീസ് അന്വേഷണത്തിനൊടുവിൽ പെൺകുട്ടികളെ ബന്ധുവീട്ടിൽ നിന്നും 2 ആൺകുട്ടികളെ ബംഗളൂരുവിൽ നിന്നുമാണ് കണ്ടെത്തിയത്. രാവണേശ്വരം നെല്ലെടുപ്പ് സമര പോരാളികളുടെ പേരിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കണമെന്ന ആവശ്യം. കേരള കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. BJP 46-47 ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോട്ടപ്പാറയിൽ വിജയസംഗമം സംഘടിപ്പിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കണമെന്ന ആവശ്യം. കേരള വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം നടന്നു. സമസ്ത സെന്റിനറിയുടെ 100 പ്രകാശ വർഷങ്ങൾ എന്ന ശീർഷകത്തിൽ സംസ്ഥാനത്തെ സോൺ കേന്ദ്രങ്ങളിൽ നടന്നുവരുന്ന പ്രമേയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കാഞ്ഞങ്ങാട് സോൺ പ്രമേയ സമ്മേളനം 16-ന് നടക്കും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.